നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. നക്ഷത്രವನ್ನು ನೋಡಿ ಅವರು ಬಹಳ ಹೆಚ್ಚು ಸಂತೋಷಪಟ್ಟರು. നമ്മള് ഈ ക്രിസ്മസ് ദിനವನ್ನು ഇത് ഒരു പ്രത്യേക നമുക്കറിയാം. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഡിസംബർ 25-ാം തീയതിയാണ് ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും ഡിസംബർ ತಿಂಗಳ 25ನೇ ತಾರೀಕು ಹುಟ್ಟಿದ ಹಬ್ಬವನ್ನು ನಾವು ಆಚರಿಸುತ್ತೀವಿ. എന്നെമ്പാടും ഇതേ ദിവസമാണ് ಅದು ಇಡೀ ಲೋಕದಲ್ಲಿ ಇದೇ ದಿನದಲ್ಲಿ ಎಲ್ಲರೂ ಕೊಂಡಾಡುವಂತಹ അവർക്ക് വലിയ സന്തോഷമുണ്ട്. ಅವರಿಗೆ ಅತ್ಯಂತ ಸಂತೋಷವಾಯಿತು. കിഴക്ക് നിന്നുള്ളതായ ജ്ഞാനികൾ എന്നാണ് ഇവിടെ പറയുന്നത്. ಅಲ್ಲಿ ಪೂರ್ವದಿಂದ ಬರುವ ಜ್ಞಾನಿಗಳು ಎಂದು ಅವರು യേശുവിനെ അന്വേഷിച്ച് യാത്ര ചെയ്യുക. ಅವರು ಯೇಸುವನ್ನು ಹುಡುಕಿ ಪ್ರಯಾಣ ಮಾಡಿದರು. യേശുവിനെ അന്വേഷിച്ച് യാത്ര ചെയ്യുമ്പോൾ വഴികാട്ടി ಆ ಯೇಸುವನ್ನು ನೋಡಿ ಪ್ರಯಾಣ ಮಾಡುವುದಕ್ಕೆ ಮಾರ್ಗದರ್ಶಿಯಾಗತ್ತೆ. ഗൂഗിൾ മാപ്പ് ഒന്നും ഇല്ല. ಇವತ್ತಿನ ಹಾಗೆ ಗೂಗಲ್ ಮ್ಯಾಪ್ ಏನು ಇಲ್ಲ. അതാണ് നമ്മൾ ഓരോ വീട്ടിൽ ചെല്ലുവാണ് മാപ്പ് അവിടുത്തെ ലൊക്കേഷൻ അയക്കാൻ പറയും. ನಾವು ಒಂದು ಮನೆಗೆ ದಾರಿ ಗೊತ್ತಿಲ್ಲದ್ರೆ ಮ್ಯಾಪ್ ಕಳಿಸಿ ಲೊಕೇಶನ್ ಕಳಿಸಿ അങ്ങനെയാണ് നമ്മൾ ചില ഭവനങ്ങളിൽ എത്തിച്ചേരുന്നത്. ಹಾಗೆ ನಾವು ಒಂದೊಂದು ಮನೆಗೆ ಹೋಗಿ ತಲುಪುವುದು. എന്നാൽ ഈ മാപ്പ് തന്നെ പലരെയും കൊണ്ട് വെള്ളത്തിൽ മുക്കിയിട്ടുണ്ട്. ಈ ಮಾಪೆ ಅನೇಕರನ್ನು ನೀರಿಗೆ ಮುಳುಗಿಸಿದೆ. സമുദ്രത്തിൽ വീണിട്ടുണ്ട്. ಸಮುದ್ರದಲ್ಲಿ ಬೀಳಿಸಿದೆ. ഈ മാപ്പൊന്നും ശാശ്വതമല്ല. ಈ ಮಾಪು ಎಂದಿಗೂ ನಮಗೆ ಶಾಶ್ವತವಲ್ಲ. ಜ್ಞಾನಿകൾക്ക് ദൈവം കൊടുത്ത മാപ്പാണ് നക്ഷത്രം. ಆ ಜ್ಞಾನಿಗಳಿಗೆ ದೇವರು ಕೊಟ್ಟ ಮಾಪಾಗಿದೆ ನಕ್ಷತ್ರವು. ഈ നക്ഷത്രം അവർ കണ്ടപ്പോൾ ಈ ನಕ್ಷತ್ರವನ್ನು ಅವರು ಕಂಡು സന്തോഷിച്ചു. ಅವರು ಬಹಳವಾಗಿ ಸಂತೋಷಪಟ್ಟರು. എന്തുകൊണ്ടാണ് ഈ നക്ഷത്രം കണ്ടവർ സന്തോഷിക്കാൻ കാരണം? ಅವರು ಈ ನಕ್ಷತ್ರವನ್ನು ಕಂಡು ಸಂತೋಷ ಪಡುವುದಕ್ಕೆ ಕಾರಣ നമ്മുടെ ആ മത്തായി സുവിശേഷം 1-ാം അധ്യായം മുതൽ 2-ാം അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ನಾವು ಮತ್ತಾಯ ಸುವಾರ್ತೆ 2ನೇ ಅಧ್ಯಾಯ 1ನೇ ವಾಕ್ಯದಿಂದ ನಾವು ಓದುವುದಾದರೆ ഇവര് കിഴക്ക് നിന്ന് ഈ നക്ഷത്രം കണ്ടു. ಇವರು ಪೂರ್ವ ದಿಕ್ಕದಿಂದಲೇ ಈ ನಕ್ಷತ್ರವನ್ನು ആ നക്ഷത്രം കണ്ടവർ യാത്ര ചെയ്യുക. ಅವರು ನಕ್ಷತ್ರವನ್ನು ನೋಡಿ ಪ್ರಯಾಣ ಮಾಡುತ್ತಾ പക്ഷേ ಬಂದರು. ഈ നക്ഷത്രത്തെ നോക്കിയാണ് അവർ യാത്ര ചെയ്തതെങ്കിലും ಅವರು ಈ ನಕ್ಷತ್ರವನ್ನು ನೋಡಿ ಪ್ರಯಾಣ ಮಾಡಿದರು. അവരുടെ ഉള്ളിലൊരു ചിന്തയുണ്ട്. ಅವರ ಒಳಗಡೆ ಒಂದು ಆಲೋಚನೆ ಇದೆ. നമ്മളെ പോലെ തന്നെ ನಮ್ಮ ಹಾಗೆ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ನಾವು ಪ್ರಾರ್ಥನೆ നമ്മൾ ಮಾಡುತ್ತೀವಿ. വചനം വായിക്കാറുണ്ട്. ದೇವರ ವಾಕ್ಯ ಓದುತ್ತೀವಿ. നമ്മൾ പല കാര്യങ്ങൾ ആത്മീയപരമായ കാര്യങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ ಆತ್ಮೀಯ ರೀತಿಯಲ್ಲಿ ನಾವು ಅನೇಕ ಕಾರ್ಯಗಳನ್ನು ಮಾಡಿದ್ದೀವಿ. നമ്മുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്. ನಮ್ಮ ಒಳಗಡೆ ಒಂದು ಚಿಂತೆ ಇದೆ. അതുപോലെ നടക്കണം, ಹೀಗೆ ಆಗಬೇಕು, അതുപോലെ ജീവിക്കണം, ಹಾಗೆ ನಾವು ಜೀವಿಸಬೇಕು, ഇങ്ങനെ ആയിരിക്കണം, ಹೀಗೆ ಆಗಬೇಕು, ഇങ്ങനെ എനിക്ക് ജോലി ഉണ്ടാകണം, ಈ ರೀತಿಯಾಗಿ ನನಗೆ ഇങ്ങനെ എനിക്ക് ബിസിനസ് ഉണ്ടാകണം, ಈ ರೀತಿಯಾಗಿ ನನಗೆ ഇങ്ങനെ ವ್ಯಾಪಾರ, എനിക്ക് എന്റെ വിദ്യാഭ്യാസം ഉണ്ടാകണം, ಈ ರೀತಿಯಾಗಿ ನಾನು ವಿದ್ಯೆಯಲ್ಲಿ ನಾನು ಮುಂದುವರಿಯಬೇಕು. ഇതെല്ലാം നമ്മൾ ചിന്തിച്ചിട്ട് ಇದು ಎಲ್ಲವನ್ನು ನಾವು ಚೆನ್ನಾಗಿ ಯೋಚನೆ ಮಾಡಿ നമ്മൾ എന്താ പറയുന്നറിയാമോ? ನಾವೇನ್ ಮಾಡುತ್ತೀವಿ? ദൈവത്തിന്റെ വഴിയെ പോകാൻ ಆ ದೇವರ ಮಾರ್ಗದಲ್ಲಿ ಹೋಗೋಣ. ഇത് രണ്ടും ശരിയാകത്തില്ല. ಇದು ಎರಡು ನಮಗೆ ಸರಿಪಟ್ಟು ಬರಲ್ಲ. ദൈവഹിതത്തിന് നമ്മൾ വിട്ടുകൊടുക്കണം. ನಾವು ದೇವರ ಚಿತ್ತಕ್ಕೆ ನಮ್ಮನ್ನು ಒಪ್ಪಿಸಿಕೊಡಬೇಕು. അങ്ങനെ മാത്രമേ വിജയം കൈവരിക്കാൻ കഴിയൂ. ಹಾಗಿದ್ದರೆ ಮಾತ್ರ ನಾವು ಜಯ ಹೊಂದಿಕೊಳ್ಳುವುದಕ್ಕೆ ಸಾಧ್ಯ. ഇവിടെ ഈ വിദ്വാൻമാർ ಇಲ್ಲಿ ಈ ವಿದ್ವಾಂಸರು അവർ ഈ നക്ഷത്രത്തെ നോക്കി യാത്ര ചെയ്യുന്നു. ಅವರು ಈ ನಕ್ಷತ್ರವನ್ನು ನೋಡಿ ಪ್ರಯಾಣ ಮಾಡಿದರು. നക്ഷത്രം കണ്ടപ്പോൾ ನಕ್ಷತ್ರ ನೋಡಿದಾಗ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. ಅವರಿಗೆ ಒಂದು ವಿಷಯ ಗೊತ್ತಾಯಿತು. എവിടെയോ ഒരു രാജാവ് ജനിച്ചിട്ടുണ്ട്. ಎಲ್ಲೋ ಒಂದು ಅರಸನು ಹುಟ್ಟಿದ್ದಾನೆ. ഇതാണ് അവരുടെ ചിന്ത. ಇದು ಅವರ ಆಲೋಚನೆಯಾಗಿದೆ. രാജാവ് ജനിച്ചതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നക്ഷത്രം ഉണ്ടായത്. ಅರಸನು ಹುಟ್ಟಿರುವುದರಿಂದ ಈ ರೀತಿಯಾಗಿ ನಕ್ಷತ್ರ ಬಂದಿತ್ತು. അവർ അവിടുന്ന് യാത്ര ചെയ്ത് ಅದು ಅವರು ಅಲ್ಲಿಂದ ಪ್ರಯಾಣ ಮಾಡಿ അവർ യെരൂശലേമിലേക്ക് പോവുകയാണ്. ಯೆರೂಸಲೇಮಿಗೆ ಹೋಗಿದ್ದರು. അവർ പോകുന്ന ആ യാത്രയിൽ ಆ ಹೋಗುವ ಆ ಮಾರ್ಗದಲ್ಲಿ അവർ ചിന്തിച്ചത് ഇങ്ങനെയാണ്. ಅವರು ಯೋಚನೆ ಮಾಡಿದ್ದು ಹೀಗೆ. രാജാവാ ജനിച്ചത്, ಆ ಅರಸನು ಹುಟ್ಟಿದ್ದಾನೆ. രാജാവാ ജനിക്കുന്നതെങ്കിൽ ಅರಸನು ಹುಟ್ಟಿರುವುದಾದರೆ എവിടെ ജനിക്കണം? ಎಲ್ಲಿ ಹುಟ್ಟಬೇಕು? രാജ കൊട്ടാരത്തിൽ ജനിക്കണം. ಅರಮನೆಯಲ್ಲಿ ಹುಟ್ಟಬೇಕು. അവർ അങ്ങനെ യാത്ര ചെയ്ത് ಅವರು ಹಾಗೆ ಅಲ್ಲಿಂದ ಪ್ರಯಾಣ അവര് ಮಾಡಿ അവിടെയുള്ള ഹേരോദ് അവരുടെ കൊട്ടാരത്തിലേക്ക്. ಅಲ್ಲಿ ಅವರು ಹೆರೋದನ ಅರಮನೆಗೆ ಹೋಗಿ അപ്പോൾ ತಲುಪಿದರು. അവരുടെ ചിന്ത ಅವರ ಯೋಚನೆ ഈ കുഞ്ഞ് ജനിച്ചത് ಈ ಮಗು ಹುಟ್ಟಿರುವುದು രാജ കൊട്ടാരത്തിലായി. ಆ ಅರಸನ ಅರಮನೆಯಲ್ಲಿ അപ്പൊ ಇರಬೇಕು. അവര് ആരെ നോക്കിയില്ല? ಆಗ ಅವರು ಯಾರನ್ನು ನೋಡಲಿಲ್ಲ, നക്ഷത്രത്തെ നോക്കിയില്ല. നക്ഷತ್ರವನ್ನು അവർ ನೋಡಲಿಲ್ಲ. രാജ കൊട്ടാരം നോക്കി യാത്ര ಅವರು ചെയ്തു. ಅರಮನೆಯನ್ನು ನೋಡಿ ಹೋದರು. ആ യാത്ര ചെയ്ത് ಹಾಗೆ ಪ್ರಯಾಣ അവർ ಮಾಡಿ കൊട്ടാരത്തിൽ ചെന്നു. ಅವರು ಅರಮನೆಗೆ ಹೋದರು. യഹൂദന്മാരുടെ രാജാവ് ഈ പിറന്നവൻ എവിടെയെന്ന് ചോദിച്ചു. ಯೆಹೂದ್ಯರ ಅರಸನಾಗಿ ಹುಟ್ಟಿದ ಅರಸನು ಎಲ್ಲಿ ಎಂದು അവരുടെ ಕೇಳಿದರು. രാജാവും പടയാളികളും പരസ്പരം കണ്ണി നോക്കി. ಅಲ್ಲಿರುವ ಅರಸನು ಸೈನಿಕರು ಎಲ್ಲ ಒಬ್ಬರಿಗೊಬ್ಬರು ನೋಡುತ್ತಿದ್ದರು. കാരണം അങ്ങനെ ഒരു കുഞ്ഞ് അവിടെ ജനിച്ചിട്ടില്ല. ಯಾಕೆಂದ್ರೆ ಆ ರೀತಿಯ ಒಂದು ಮಗು ಅಲ್ಲಿ ಹುಟ್ಟಲಿಲ್ಲ. ഇവിടെ വന്നിരിക്കുന്നത് ಆದ್ರೆ ಇಲ್ಲಿ ಬಂದಿರುವುದು നിസാരക്കാരല്ല, ഒരു സാധാരണ ವ್ಯಕ್ತಿಗಳಲ್ಲ. അവർ കിഴക്കുന്നാ വന്നിരിക്കുന്നത് ಅವರು ಪೂರ್ವದಿಂದ ಬಂದಿದ್ದಾರೆ എന്ന് പറഞ്ഞാൽ ಅಂತ അവർ ಹೇಳಿದರು. യാത്ര ചെയ്ത് ಅವರು ಪ್ರಯಾಣ ಮಾಡಿ അവിടെ ചെന്നപ്പോ തന്നെ ಅಲ್ಲಿ
ಹೋದ ಕೂಡಲೇ ഏകദേശം 2 വർഷമായി. ಆ 2 ವರ್ಷವಾಯಿತು. അതാണ് അതിന്റെ സത്യം. ಅದರ ಸತ್ಯ അപ്പൊ ഈ ಅದನ್ನೇ. 2 വർഷം ಈ 2 ವರ್ಷ അവര് യാത്ര ചെയ്ത് വരണമെങ്കിൽ ಅವರು ಪ್ರಯಾಣ ಮಾಡಿ ഈ ಬರಬೇಕಾದರೆ ജനിച്ച വ്യക്തി ചില്ലറക്കാരനല്ല. ಈ ಹುಟ್ಟಿದ ಮಗು ಸಾಧಾರಣ ಒಂದು ವ್ಯಕ್ತಿಯಲ್ಲ. ഇന്നത്തെ പോലെ കാറോ ഫ്ലൈറ്റ് ഒന്നും ഇല്ല. ಇವತ್ತಿನ ಹಾಗೆ ಕಾರ ಫ್ಲೈಟ್ ಏನು ಇಲ್ಲ. ഇവർ നടന്നാ പോകുന്നത്. ಅಂತೂ ಅವರು ಕಾಲಿನಲ್ಲಿ ನಡೆದು ಹೋದರು. അങ്ങനെ നടന്നു ചെന്ന് ಹಾಗೆ ನಡೆದು അവിടെ ಹೋಗಿ ചെന്നപ്പോ 2 വർഷം കഴിഞ്ഞു. ಅಲ್ಲಿ ಅವರು ಓದಿ ಸೇರಿದಾಗ 2 ವರ್ಷವಾಯಿತು. തെളിവ് ഞാൻ തരാം. ಅದಕ್ಕೆ ಅದು ಗುರು അപ്പൊ നിങ്ങൾ എനിക്ക് പാസ് എങ്ങനെ ഈ 2 വർഷത്തെ കണക്ക് പറയുന്നത്? ಪಾಸ್ಟರ್ ಹೇಗೆ 2 ವರ್ಷದ ಲೆಕ್ಕಾಚಾರ ಹೇಳ್ತಿದ್ದೀರಿ? അങ്ങനെ ഈ ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ಈ ಹೆರೋದನ ಅರಮನೆಗೆ ಹೋಗಿ രാജകുമാരൻ എവിടെയെന്ന് ചോദിച്ചപ്പോ ಈ ಅರಸನು ಎಲ್ಲಿ ಎಂದು ಕೇಳಿದಾಗ അവർക്ക് അറിയത്തില്ല. ಅವರಿಗೆ ಗೊತ್ತಿಲ್ಲ. അവസാനം ಕೊನೆಯದಾಗಿ അവരുള്ള വിദ്വാൻമാരെയൊക്കെ വിളിച്ച് ಅಲ್ಲಿ ಇರುವ ವಿದ್ವಾಂಸರನ್ನೆಲ್ಲ അങ്ങനെ ആരും ജനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ಹೀಗೆ ಯಾರಾದ್ರೂ ಹುಟ್ಟಿದ್ದಾರಾ ಅಂತ ಇಲ್ಲ ಕೇಳಿದರು. ಅನ್ನೋರು പറഞ്ഞു. ಇಲ್ಲ ಅಂತ ಹೇಳಿದರು. അങ്ങനെ ಹಾಗೆ ഈ ഹെരോദാവ് ಹೆರೋದನು ഒരു ബുദ്ധി ഉപയോഗിച്ചു. ಆತನು ಒಂದು ಬುದ್ಧಿ ഈ ಉಪಯೋಗಿಸಿದನು. ജ്ഞാനികളെ അടുത്ത് വിളിച്ചിട്ട് ಈ പറഞ്ഞു, ನ್ಯಾಯ ವಿದ್ವಾಂಸಿಗಳನ್ನು ಹತ್ತಿರ ಕರೆದು ಕೇಳಿದನು, നിങ്ങൾ ഈ കുഞ്ഞ് എവിടെ ജനിച്ചെന്ന് നിങ്ങൾ അന്വേഷിക്കുക. ನೀವು ಈ ಮಗು ಎಲ್ಲಿ ಹುಟ್ಟಿದೆ ಎಂದು ನೀವು ಹುಡುಕಿರಿ. അന്വേഷിച്ചതിന് ಆ ശേഷം ಹುಡುಕಿದ ನಂತರ നിങ്ങൾ കണ്ടതിന് ശേഷം ನೀವು ಕಂಡ ಅನಂತರ എന്റെ അടുക്ക് വന്ന് പറയുക. ನನ್ನ ಬಳಿಯಲ್ಲಿ ಬಂದು ಹೇಳಿರಿ. ഞാനും അവിടെ പോയി അവരെ വന്ദിക്കാൻ പോകും. ನಾನು ಕೂಡ ಅಲ್ಲಿ ಹೋಗಿ ಅವರಿಗೆ ಅಡ್ಡ ಬೀಳುವೆನು. അങ്ങനെ ഈ വിദ്വാൻമാർ ജ്ഞാനികൾ ಈ ವಿದ್ವಾಂಸರು അവര് പുറത്തിറങ്ങിയപ്പോൾ ಅವರು ಹೊರಗಡೆ ಬಂದಾಗ അവര് ആ നക്ഷത്രത്തെ വീട്ടിൽ കണ്ടു. ಆಗ ಅವರು ಮತ್ತೆ ನಕ್ಷತ್ರವನ್ನು ആ ಕಂಡರು. നക്ഷത്രത്തെ അവർ കണ്ടപ്പോൾ ಆ ನಕ್ಷತ್ರವನ್ನು ಕಂಡಾಗ അവർക്ക് സന്തോഷമായി. ಅವರಿಗೆ ಸಂತೋಷವಾಯಿತು. അതുകൊണ്ടാണ് ಅದರಿಂದ അവർ നക്ഷത്രം കണ്ടതുകൊണ്ട് ಅವರು ನಕ್ಷತ್ರ അവർ ನೋಡಿದ್ದರಿಂದ വീണ്ടും സന്തോഷിച്ചെന്ന് പറയാൻ ಅವರು കാരണം ಮತ್ತೆ ಸಂತೋಷಪಟ್ಟರು. ആദ്യം ഒരു നക്ഷത്രം കണ്ടു. ಮೊದಲು ನಕ್ಷತ್ರ ನೋಡಿದರು. അപ്പൊ അവർക്ക് സന്തോഷമല്ല, ಆಗ ಅವರಿಗೆ ಸಂತೋಷ, അവർക്ക് അത്ഭുതം തോന്നി. ಅವರಿಗೆ ಅದ್ಭುತವಾಯಿತು. എവിടെയോ ഒരു രാജകുമാരൻ ജനിച്ചു. ಎಲ್ಲೋ ಒಂದು ರಾಜನ ಮಗು ಹುಟ್ಟಿದೆ. ആ നക്ഷത്രത്തെ നോക്കി ಆ ನಕ್ಷತ್ರವನ್ನು അവർ യാത്ര ചെയ്ത് ಅವರು ಪ್ರಯಾಣ ಮಾಡಿ അവരെ ചിന്തക്കനുസരിച്ച് ಅವರು ಆಲೋಚನೆಗೆ അവർ ತಕ್ಕಂತೆ കൊട്ടാരത്തിലേക്ക് യാത്ര ചെയ്തു. ಅವರು ಅರಮನೆಗೆ ಪ್ರಯಾಣ ആ ಮಾಡಿದರು. കൊട്ടാരത്തിൽ ചെന്നപ്പോൾ ಆ ಅರಮನೆಗೆ അവരുടെ ಹೋದಾಗ ചിന്തകൾ മാറി. ಅವರ ಆಲೋಚನೆ അപ്പോൾ അവരെന്ത് ವ್ಯತ್ಯಾಸ. ചെയ്തു? ಆಗ ಅವರೇನು അവർ ಮಾಡಿದರು? തിരിച്ചിറങ്ങി. ಅವರು ಹಿಂದಿನಿಗೆ അവർ ಬಂದರು. തിരിച്ചു വന്ന ഉടനെ ಅವರು ಹಿಂದಿನಿಗೆ ಬಂದರು. വീണ്ടും അവർ നക്ഷത്രത്തിലേക്ക് ಮತ್ತೆ പോയി. ನಕ್ಷತ್ರವನ್ನು ಕಂಡರು. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ಇಲ್ಲಿ ನಾವು ನೋಡುವುದೇನೆಂದರೆ ഇപ്പൊ ദൈവം മനുഷ്യനോട് കൂടെ നടക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത്. ದೇವರು ಮನುಷ್ಯನ ಸಂಗಡ ನಡೆಯುವ ವಿಚಾರವಾಗಿ ഈ ಹೇಳಲ್ಪಡುತ್ತದೆ. ജ്ഞാനികള് ಈ ವಿದ್ವಾಂಸರು കിഴക്ക് നിന്ന് വന്നപ്പോൾ ಪೂರ್ವದಿಂದ ಅವರು ಬಂದಾಗ അത് അന്നാണ് അവർ ക്രിസ്മസ് ആഘോഷിക്കുക. ಅವರು ಅವತ್ತು ಅವರು ಕ್ರಿಸ್ಮಸ್ ಅನ್ನು ಆರಂಭಗೊಂಡಿದೆ. അതൊരു കൊട്ടാരത്തിലല്ല എന്നുള്ള കാര്യം ಅದು ಒಂದು ಅರಮನೆ ಅಲ್ಲ ಎನ್ನುವ ವಿಚಾರ അവർക്ക് ആ നക്ഷത്രം കണ്ടപ്പോൾ മനസ്സിലായി. ಅವರಿಗೆ ಆ ನಕ್ಷತ್ರವನ್ನು ನೋಡಿದಾಗ ಅವರಿಗೆ അവർ ತಿಳಿಯಿತು. ആ സന്തോഷത്തിന്റെ കാരണം എന്തെന്നറിയാമോ? ಅವರಿಗೆ ಬಂದ ಸಂತೋಷಕ್ಕೆ ಕಾರಣವೇನೆಂದರೆ 1-2-3 കാരണമുണ്ട്. ಅದಕ್ಕೆ ಒಂದೆರಡು ವಿಷಯವಿದೆ. ഒന്ന്, അവർ ಮೊದಲನೇದಾಗಿ വീണ്ടും ആ നക്ഷത്രം കണ്ടപ്പോൾ ಅವರು ಮತ್ತೆ ಆ ನಕ್ಷತ್ರವನ್ನು ನೋಡಿದಾಗ അവർക്ക് വീണ്ടും അവർക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും എന്നുള്ള ഉറപ്പ് അവർക്കുണ്ട്. ಮತ್ತೆ ದೇವರ ಸಾನ್ನಿಧ್ಯ ಅನುಭವಿಸುವುದಕ್ಕೆ ನಮ್ಮಿಂದ ಆಗುತ್ತದೆ ಎಂದು ದೃಢ ನಿಶ್ಚಯ ಅವರಲ್ಲಿ ಬಂತು. ചില സമയങ്ങളിൽ നമ്മൾ ഇതുപോലെയാ. ಇನ್ನು ಒಂದೊಂದು ಕೆಲವು ಸಮಯದಲ್ಲಿ ನಾವು ಕೂಡ ಹೀಗೆ ചിലപ്പോൾ നമ്മുടെ വഴികളൊക്കെ തെറ്റിപ്പോകും. ಆ ಒಂದೊಂದು ಸಮಯ ನಮ್ಮ ಮಾರ್ಗವೆಲ್ಲ ತಪ್ಪಿ നമ്മൾ ಹೋಗುತ್ತದೆ. പോകുന്ന എല്ലാ വഴിയും ശരിയല്ല. ನಾವು ಹೋಗುವ ಎಲ್ಲಾ ದಾರಿ ಇಲ್ಲದೆ ಮಾರ್ಗ ಸರಿ ಬರಲ್ಲ. നമ്മളെല്ലാം നമ്മുടേതായ വഴികൾ കണ്ടെടുത്തു. ನಾವೆಲ್ಲರೂ ನಮ್ಮದೇ ಆದ ಮಾರ್ಗದಲ್ಲಿ ನಾವು എന്നിട്ട് ಕಂಡುಹಿಡಿಯುತ್ತೀವಿ. ദൈവത്തോട് പ്രാർത്ഥിക്കും, നിന്റെ ഇത് നടക്കണേ. ಆಮೇಲೆ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ವಿ, ದೇವರೇ ನಿಮ್ಮ ಚಿತ್ತ ನೆರವೇರಲಿ. എന്നിട്ട് നമ്മൾ നമ്മുടെ വഴി കൂടെ പോകും. ಆಮೇಲೆ ನಮ್ಮ ದಾರಿಗೆ ನಾವು ಹೋಗುತ್ತೀವಿ. അങ്ങനെയാകരുത്. ಹಾಗೆ ಆಗಬಾರದು. ദൈവഹിതത്തിന് വിട്ടുകൊടുത്താൽ ದೇವರ ಚಿತ್ತಕ್ಕೆ ನಾವು ಬಿಟ್ಟು ಕೊಟ್ಟರೆ എന്ത് പ്രതികൂലം വന്നാലും ಏನೆಲ್ಲ ಸಮಸ್ಯೆಗಳು ಅದರ ആ ಮಧ್ಯದಲ್ಲಿ ಬಂದರೂ ദൈവഹിതത്തിനനുസരിച്ച് പോകാൻ തയ്യാറാണ്. ಆ ದೇವರ ಚಿತ್ತಕ್ಕೆ ತಕ್ಕಂತೆ ಹೋಗುವಂತೆ ನಾವು ഈ ತಯಾರಿಯಾಗಬೇಕು. വിദ്വാൻമാർ ಈ അവർ ವಿದ್ವಾಂಸರು തിരിച്ചിറങ്ങിയപ്പോൾ ಅವರು ಹಿಂದಿರುಗಿ ಬಂದಾಗ ദൈവം അവരെ കൈവിട്ടില്ല. ದೇವರು ಅವರನ್ನು അവർ ആ ಕೈಬಿಡಲಿಲ್ಲ. നക്ഷത്രത്തെ കണ്ടു. ಅವರು ಆ ನಕ್ಷತ್ರವನ್ನು അവർക്ക് ಕಂಡು ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് അവർ ഉറപ്പാക്കി. ದೇವರ ಸಾನ್ನಿಧ್ಯ ಇದೆ ಎಂದು ದೃಢಪಡಿಸಿದರು. രണ്ടാമത് അവർക്ക് ഇതിന് സന്തോഷിക്കാൻ കാരണം ಎರಡನೇದಾಗಿ ಸಂತೋಷಪಡುವುದಕ್ಕೆ ദൈവം ಕಾರಣ കാണിച്ച വാഗ്ദാനം ದೇವರು ತೋರಿಸಿಕೊಟ್ಟ ವಾಗ್ದಾನ അവരത് തിരിച്ചറിഞ്ഞു. ಅವರು ತಿಳಿದುಕೊಂಡರು. അതുകൊണ്ട് ಅದರಿಂದ അവർക്ക് അത് ലക്ഷ്യത്തിലേക്ക് എത്തുവാനാണ് ಅದು ಅವರು
ಗುರಿಗೆ ಹೋಗಿ ತಲುಪುವಂತೆ അപ്പൊ ಆಯಿತು. ലക്ഷ്യത്തിലേക്ക് എത്തിയപ്പോൾ ಆ ಗುರಿಗೆ ಹೋಗಿ ತಲುಪಿದಾಗ അവർക്ക് നഷ്ടമായ വഴി അവർക്ക് കണ്ടെത്തുവാൻ ಅವನಿಗೆ ಕಾಣದೇ ಇದ್ದ ಮಾರ್ಗ ಮತ್ತೆ ಕಂಡುಕೊಂಡರು. ദൈവത്തിന്റെ നടത്തിപ്പ് എന്താണെന്ന് ആ നക്ഷത്രം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ದೇವರು ನಡೆಸುವ ವಿಧಾನ ಯಾವ ರೀತಿಯಾಗಿ ಎಂದು ನಕ್ಷತ್ರ ತೋರಿಸಿಕೊಟ್ಟಿತು. ജ്ഞാനികൾക്ക് നക്ഷത്രം ഒരു വഴികാട്ടിയായിരുന്നു. ವಿದ್ವಾಂಸಕರಿಗೆ ಆ ನಕ್ಷತ್ರ ಒಂದು എന്നാൽ ಮಾರ್ಗದರ್ಶಿಯಾಗಿತ್ತು. ദൈവത്തിന്റെ മക്കൾക്കും ഇത് യേശുക്രിസ്തു ഒരു വഴികാട്ടിയാണ്. ಹಾಗೆ ದೇವರ ಮಕ್ಕಳಾದ ನಮಗೂ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನಿಗೆ ഈ ಮಾರ್ಗದರ್ಶಿಯಾಗಿದ್ದಾರೆ. ലോകത്തുള്ള ജനത്തിന് യേശുക്രിസ്തു ഒരു വഴികാട്ടിയാണ്. ಈ ಲೋಕದಲ್ಲಿರುವ ಜನರಿಗೆ ಯೇಸು ಕ್ರಿಸ್ತ ಒಂದು ಮಾರ್ಗದರ್ಶಿಯಾಗಿದ್ದಾರೆ. അന്ധകാരത്തിൽ കിടക്കുന്നവർക്ക് യേശുക്രിസ്തു ഒരു പ്രകാശമാണ്. ಅಂಧಕಾರದಲ್ಲಿರುವ ಜನರಿಗೆ ದೇವರು ಒಂದು ಬೆಳಕಾಗಿದ್ದಾರೆ. ലോകത്തിൽ പല പ്രശ്നങ്ങളെ നമ്മൾ കാണാറുണ്ട്. ಲೋಕದಲ್ಲಿ ಅನೇಕ ಸಮಸ್ಯೆಗಳು ನಾವು പക്ഷെ ನೋಡುತ್ತೇವೆ. ക്രിസ്തുവിലേക്ക് നയിക്കുന്നവർക്ക് ಆದ್ರೆ ಕ್ರಿಸ್ತನಲ್ಲಿ ಬರುವವರಿಗೆ ക്രിസ്തു ഇന്നും നക്ഷത്രമായി ശോഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ಕ್ರಿಸ್ತನು ಇವತ್ತು ನಕ್ಷತ್ರವಾಗಿ ആ ಉದಿಸುತ್ತಿದ್ದಾರೆ. നക്ഷത്രം മനുഷ്യർക്ക് വഴികാട്ടി, ജ്ഞാനികൾക്ക് വഴികാട്ടിയതുപോലെ ಆ ನಕ್ಷತ್ರವು ವಿದ್ವಾಂಸರಿಗೆ ಮಾರ್ಗದರ್ಶಿ ಆದ യേശു ಪ್ರಕಾರ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ಯೇಸು ജീവനുമാണ്. ಹೇಳಿದ್ರು ನಾನೇ ಸತ್ಯ ಜೀವ അപ്പൊ ಮಾರ್ಗವಾಗಿದ್ದೇನೆ. ദീപമായിരിക്കുന്ന വെളിച്ചമായിരിക്കുന്ന യേശു കുറിച്ച് പറയുക. ಜೀವವಾಗಿದ್ದ ಬೆಳಕಾಗಿದ್ದ ಯೇಸು ಹೇಳುತ್ತಿದ್ದಾರೆ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, ಕೀರ್ತನೆಗಾರನು ಹೀಗೆ ಹೇಳುತ್ತಿದ್ದಾನೆ. 119 സങ്കീർത്തനം, 119ನೇ ಕೀರ್ತನೆ. നിന്റെ വചനം എന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. ನಿನ್ನ ವಾಕ್ಯವು ನನ್ನ ಕಾಲಿಗೆ ದೀಪವು ನನ್ನ ಮಾರ್ಗಕ್ಕೆ ಬೆಳಕುವಾಗಿದೆ.